തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കടലിന്റെ അടിത്തട്ടാണ് ഈ കാണുന്നത് ഒരു കപ്പലിന്റെ അവശിഷ്ടവും. 1952 അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോയ ഡച്ച് കപ്പലാണ്. കുറച്ച് കിലോമീറ്ററുകൾ തെക്കുമാറി ശംഖുമുഖം കടൽ ഭാഗത്ത് 1968 മുങ്ങിയ ഗ്രീക്ക് കപ്പലിന്റെ അവശിഷ്ടവും കിടപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കേട്ടറിവല്ലാതെ ഇങ്ങനെ ആരും കണ്ടിട്ടില്ല. കേരള സർവകലാശാലയുടെ അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കേരള തീരത്തിന്റെ അടിത്തട്ടിലുള്ള ഈ കപ്പലുകളും അവിടുത്തെ വലിയ സമുദ്രജീവി സമ്പത്തുകളും കണ്ടെത്തിയത്. സ്കൂബ ഡൈവർമാർ നേരിട്ടും വിദൂര നിയന്ത്രിത വാഹനങ്ങൾ ഉപയോഗിച്ചും കപ്പലിന്റെയും അടിത്തട്ടിന്റെയും ദൃശ്യങ്ങൾ പകർത്തി. തകർന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ വലിയ ആവാസ വ്യവസ്ഥയും പ്രജനന കേന്ദ്രങ്ങളുമാണ്. 272 വർഷം മുൻപ് തകർന്ന ഡച്ച് കപ്പലിൽ 184 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. ശംഖുമുഖത്തെ ഗ്രീക്ക് കപ്പൽ ചെയ്ത സ്ഥലത്ത് 125 ഇനം ജീവികളും. ഒരു ചെറിയൊരു ഇടപെടലിൽ കൂടെ തന്നെ നമുക്ക് വി ഹാവ് ഗോട്ട് സച്ച് എ ട്രമൻഡസ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ കാണുന്നത്. തീരത്ത് നിന്ന് 7 കിലോമീറ്റർ അകലെ 40 മുതൽ 100 മീറ്റർ ആഴത്തിലാണ് വൈവിധ്യങ്ങളായ സമുദ്ര സമ്പത്തുകളുള്ളത്. ഇക്കോ മറൈൻ പ്രോജക്ട് മേധാവി എ ബിജുകുമാറും സംഘവുമാണ് ഈ ഗവേഷണം നടത്തിയത്. മുള്ളൻ കടൽ കുതിര, ഓറഞ്ച് കപ്പ് പവിഴജീവി, സ്ക്വാറ്റ് ലോബ്സ്റ്റർ, ഒട്ടകച്ചെമ്മീൻ, റെഡ് വൈറ്റ് ക്ലീനർ എന്നിവ ഗവേഷണത്തിൽ കണ്ടെത്തിയ സമുദ്രജീവികളാണ്. ഇത് കേരളത്തിന്റെ കടൽ മേഖലയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വിഴിഞ്ഞം തുറമുഖം വന്നതോടെ ആ പ്രദേശത്തെ സമുദ്രജീവികളുടെ പലായനം മറ്റ് സ്ഥലങ്ങളിലേക്കുണ്ടായിട്ടുണ്ടെന്നും സംഘം വിലയിരുത്തുന്നു. രണ്ട് രീതിയിലുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, ഇതെല്ലാം ലോകത്തെ കോറൽ റീഫുകളെ പോലെ തന്നെ ഡൈവ് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സാധ്യത നമുക്കുണ്ട്. കൂടെ ഡൈവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന 2 ഡൈവേഴ്സ് ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തരായ ഫോട്ടോഗ്രാഫേഴ്സും കൂടിയാണ്. അപ്പൊ അവര് പറയുന്നത് ഇന്ത്യയിലുള്ള ഏത് ഡൈവ് സൈറ്റിനേക്കാളും നല്ല സൈറ്റാണ് കേരളത്തിലുള്ള പാറപ്പാറകൾ എന്നുള്ളത്. കപ്പൽ അപകടം നടന്ന 2 സ്ഥലങ്ങളും വാണിജ്യപരമായ വിലപിടിപ്പുള്ള മത്സ്യങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളായി മാറിയിട്ടുണ്ട്. കലവകൾ, പാരകൾ, ചെമ്പല്ലി എന്നിവ ധാരാളമായി കാണുന്നു. അതിനാൽ പരമ്പരാഗത മത്സ്യബന്ധനത്തിന് സഹായമാണ്. മാത്രമല്ല, ഈ പ്രദേശത്തിന് സമീപത്തുള്ള അടിത്തട്ടിലെ പാറക്കെട്ടുകളിലും ജൈവ വൈവിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നടക്കാത്ത മേഖല എന്നതാണ് ഏറ്റവും അനുയോജ്യമായ ഘടകം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ 2 കപ്പലുകളൊക്കെ നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാവുക, അവിടെ മത്സ്യസമ്പത്തും മാത്രമല്ല ഒരു ചെറിയ ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെട്ട് വരിക എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. എന്തുകൊണ്ട് ഇതൊരു വാർത്തയാവുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയാണ്. കാരണം മത്സ്യസമ്പത്ത് കൂടും, ആ നാട്ടിലുള്ളവർക്ക് അത് പ്രയോജനകരമാണ്. നമുക്ക് ഏറ്റവും സാമ്പത്തികമായി ഉന്നമനത്തിന് കൂടിയുള്ള വഴിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലേ പ്രശാന്ത് കൃഷ്ണ? നമ്മുടെ തീരക്കടലിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ കടലിനുള്ളിൽ ഇങ്ങനെ ചരിത്രകാലത്തെല്ലാം അടിയിൽ പോയ അപകടത്തിൽപ്പെട്ട കപ്പലെല്ലാം കിടപ്പുണ്ട് എന്ന കാര്യം നമ്മളാരും ചിന്തിക്കില്ല. ഈ കേരള സർവകലാശാലയുടെ ഗവേഷണ സംഘത്തിന് തന്നെ ഇതേക്കുറിച്ചുള്ള അറിവ് മത്സ്യത്തൊഴിലാളികളിൽ നിന്നാണ്. അവർക്ക് പറഞ്ഞു കേട്ട അറിവെല്ലാം ഉണ്ട്. എന്തായാലും ഈ സർവകലാശാലയുടെ ഗവേഷണ സംഘം ഇതിൻ്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം കൂടി ഞാൻ പറയാം. അതായത് ഈ 1700-കൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഡച്ച് അധിനിവേശ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വന്ന കപ്പലാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ഈ അടിത്തട്ടിലേക്ക് പോയത്. ഈ അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഈ കപ്പലിലുണ്ടായിരുന്നവരെ ആ സമയത്ത് കടലിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കുകയും അങ്ങനെ ആ രക്ഷപ്പെടുത്തിയതിൻ്റെ ഉപകാരസ്മരണയ്ക്കായി അവർ ഒരു മണി അവിടെ ഈ വർക്കല ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു എന്നാണ് സർവകലാശാലയെല്ലാം ഇതിൽ വിശദീകരിക്കുന്നത്. ഈ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ഒരു മണിയുണ്ട്, അതിൽ ഈ ഡച്ച് ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നതാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ നമ്മോടും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഏതായാലും ഈ പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ സമുദ്ര സമ്പത്തുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഈ മനുഷ്യൻ്റെ ഒരു ഉപദ്രവങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മത്സ്യസമ്പത്താണെങ്കിലും മറ്റ് സമുദ്രജീവികളാണെങ്കിലും എത്രത്തോളം സുരക്ഷിതമായി ഉണ്ടാകും എന്നതിൻ്റെ വലിയ തെളിവാണ് ഈ പഠനം. കാരണം ഈ കപ്പൽ ഛേദം വന്ന ഭാഗത്ത് ഈ കപ്പലിൻ്റെ അടിത്തട്ടിലുമെല്ലാം ഒരുപാട് മത്സ്യ സമ്പത്തുകൾ, അതായത് സമുദ്രജീവികളുടെ സ്പീഷീസുകൾ കണ്ടെത്താൻ സാധിച്ചു. മാത്രമല്ല കേരളത്തിൻ്റെ തീരത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല വിഭാഗം സ്പീഷീസുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ മത്സ്യബന്ധനത്തിനും ഇത് വലിയ തരത്തിൽ സഹായമാകുന്നു എന്നതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പാര, കലവ പോലുള്ള മത്സ്യങ്ങളുടെ വലിയ ശേഖരം തന്നെ ഈ സ്ഥലങ്ങളിൽ കാണപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതായത്
ഈ ട്രോളിംഗ് ബോട്ടുകളുടെ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വലിയൊരു ഉപദ്രവമില്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മത്സ്യശേഖരങ്ങളും മറ്റ് കടൽ ജീവികളുടെയും സാന്നിധ്യം വലിയ തോതിൽ ഉണ്ടാകുമെന്നതാണ്. ഒരു ട്രോളിംഗ് നിരോധന കാലഘട്ടം കൂടി നടക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു എന്നതും പ്രത്യേകം ഓർക്കണം. എന്തായാലും കടലിൽ ഇത്തരം ആവാസ വ്യവസ്ഥകൾ ഒരുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ പഠനം തെളിയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ സർവകലാശാല സംഘം ഈ കടൽ എത്രത്തോളം മലിനമാണ് എന്ന സൂചനയും നൽകുന്നുണ്ട്. അപ്പോൾ ഈ കടൽ മലിനമാകുമ്പോൾ മത്സ്യസമ്പത്തും മലിനമാകും. അതേക്കുറിച്ചുള്ള പഠനവും ഇതിന് പിന്നാലെ തന്നെ അവർ നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ആശാവഹമായ ഒരു പഠനമാണ് നടത്തിയിരിക്കുന്നത്. ശരി പ്രശാന്ത്.